PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി കേരള PSC ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ ഇന്ന് നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം, ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം ഏതാണ്? ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ലിഥിയം. ഏതാണ്? ഓപ്ഷൻ ഡി, ലിഥിയമാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗമാണ് ശൈശവ പരിചരണവും വിദ്യാഭ്യാസവും, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത്? ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഭാഗം 4, നിർദ്ദേശക തത്വങ്ങൾ. ഭാഗം 4 ഏതാണ്? നിർദ്ദേശക തത്വങ്ങളാണ്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. മനുഷ്യ ശരീരത്തിൽ ആന്തര സമസ്ഥിതി പാലനത്തിനെ സഹായിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം. മനുഷ്യ ശരീരത്തിൽ ആന്തര സമസ്ഥിതി പാലനത്തിനെ സഹായിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണല്ലേ, ഹൈപ്പോതലാമസ്. ഏതാണ്? ഹൈപ്പോതലാമസ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലാർജ് സ്കെയിൽ മാപ്പ് ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലാർജ് സ്കെയിൽ മാപ്പ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണല്ലേ, കഡസ്ട്രൽ ഭൂപടം. ഏതാണ്? കഡസ്ട്രൽ ഭൂപടം. അടുത്ത ചോദ്യം നോക്കാം. ജീവകം B12 അടങ്ങിയിരിക്കുന്ന ലോഹമേത്? ജീവകം B12 അടങ്ങിയിരിക്കുന്ന ലോഹമേത്? ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, കൊബാൾട്ട്. അപ്പോൾ ജീവകം B12 ആണ് കൊബാൾട്ട്. അടുത്ത ചോദ്യം, മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം പാർലമെന്റിന് നൽകിയ ഭരണഘടനാ ഭേദഗതി ഏത്? മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള അധികാരം പാർലമെന്റിന് നൽകിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, 24ാം ഭേദഗതി. ഏതാണ്? 24ാം ഭേദഗതിയാണ്. ഇന്നത്തെ അവസാനത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്ന ഏത് പ്രസ്താവന അഥവാ പ്രസ്താവനകളാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത്? താഴെ പറയുന്ന ഏത് പ്രസ്താവനകളാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത്? ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണല്ലേ, 2, 3, 4 ആണ് ശരി. എന്തെല്ലാന്ന്? 2, 3, 4 നോക്കാം. P. കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. അതുപോലെ ഒക്ടോബർ 1932 ഒക്ടോബർ 2-ാം തീയതി സത്യാഗ്രഹം അവസാനിച്ചു.